പ്രദേശവാസികളായ ഭൂമികൾക്ക് പഞ്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കുവാൻ, ഈ ധർമ്മസമരത്തിൽ പടയണിച്ചോടുവാൻ ഈ പ്രദേശത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോട് അപേക്ഷിക്കുകയാണ്. ആനിക്കാട്ടെ മിച്ചഭൂമി, അനേകായിരങ്ങൾ മൂവാറ്റുപുഴയിലെയും പരിസര പ്രതിസന്ധി ഭൂമിക്ക് വേണ്ടി തലച്ചാക്കിയാൽ ഒരു കൂരയ്ക്ക് വേണ്ടി ഒരു ഇഞ്ചുഭൂമി പോലും സ്വന്തമായില്ലാത്ത, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്ത അനേകായിരങ്ങൾ മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിലെയും തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നു. മൂവാറ്റുപുഴയിലെയും പരിസര പ്രദേശങ്ങളിൽ ചെങ്ങറയിലെ സമരക്കാർക്ക് തീരെഴുതി നൽകിയ അധികാരിവർഗത്തിന്റെ അഹങ്കാരത്തിൽ പ്രതിഷേധിക്കുവാൻ മൂവാറ്റുപുഴ ജനസഭയുടെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ഇന്നു മുതൽ ആനിക്കാട് ഉച്ചഭൂമിയുടെ കവാടത്തിൽ ആരംഭിക്കുകയാണ്. ഈ ധർമ്മസമരത്തിൽ പങ്കാളികളാകുവാൻ, ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കാളികളാകുവാൻ ഈ പ്രദേശത്ത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഈ സത്യാഗ്രഹ പന്തലിലേക്ക് എത്തിച്ചേരുവാൻ ഒരേ പ്രശ്നം മധ്യവർത്തിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഉണ്ണാനില്ല, ഉടുക്കാനില്ല, ഉണ്ണാനില്ല, ഉടുക്കാനില്ല. കാക്കിക്കുള്ളിലെ പോലീസേ, നിങ്ങൾക്കിനിയും ദയയില്ലേ, നിങ്ങൾക്കിനിയും ദയയില്ലേ, ചോരക്കിനിയും മടിയില്ല, ചോരക്കിനിയും മടിയില്ല, ചിന്തിച്ചു തരാൻ മടിയില്ല. സിന്ദാബാദ്, 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 മൂവാറ്റുപുഴ ജനസഭ സിന്ദാബാദ്, മൂവാറ്റുപുഴയുടെ പ്രാന്തത്തിൽ, മൂവാറ്റുപുഴയുടെ പ്രാന്തത്തിൽ ആനിക്കാട്ടെ പട്ടയഭൂമി, ആനിക്കാട്ടെ പട്ടയഭൂമി ഇവിടെ തന്നെ കൊടുക്കണം, ഇവിടെ തന്നെ കൊടുക്കണം. തന്നില്ലെങ്കിൽ സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, സമരം സമരം കേട്ടായോ അവരുടെ നാട്ടിൽ മണ്ണില്ലേ, അവരുടെ നാട്ടിൽ മണ്ണില്ലേ. സിന്ദാബാദ്, 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 മൂവാറ്റുപുഴ ജനസഭ സിന്ദാബാദ്. ഞങ്ങളെ ഓരോ ബാല്യത്തെ, അഴിക്കകത്ത് മതിച്ചില്ലേ, ഈ കാണുന്ന മിച്ചഭൂമി മൂവാറ്റുപുഴ താലൂക്കിൽപ്പെട്ട ഇട്ടേക്കാട്ട് മിച്ചഭൂമിയാണ്. 1985 ഇട്ടേക്കാട്ട് കുടുംബക്കാര് സർക്കാരിലേക്ക് എഴുതി കൊടുത്ത 32 ഏക്കർ 45 സെന്റ് സ്ഥലം ഈ കിടക്കുന്ന സ്ഥലമാണ്. ഈ മിച്ചഭൂമി മൂവാറ്റുപുഴയിൽ താലൂക്കിൽപ്പെട്ട ഒരു കുഞ്ഞിന് പോലും 1 സെന്റ് പോലും സ്ഥലം വിട്ടുകൊടുക്കാതെ ഈ കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 6 മാസം മുമ്പ് ചെങ്ങരക്കാരായ ആളുകളുടെ സമരത്തിന് പരിഹാരമായി ഒരാൾക്ക് 50 സെന്റ് വീതം 30 പേർക്ക് പതിച്ചു കൊടുത്തിരിക്കുകയാണ്. 30 പേർക്ക് 15 ഏക്കർ സ്ഥലം. ഒരു രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ഒരിടത്തും നടക്കാത്ത ഒരു നിയമം. അതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ 5 സെന്റ്, കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ 3 സെന്റ്, പഞ്ചായത്ത് ഏരിയയിലാണെങ്കിൽ 10 സെന്റ്. ഇത്രയും മാത്രം സ്ഥലമാണ് സർക്കാരിന്റെ ഇന്ത്യൻ നിയമം അനുസരിച്ച്, ഇന്ത്യൻ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ നിയമം അനുസരിച്ച് ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കാൻ അവകാശമുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ മൂവാറ്റുപുഴ താലൂക്കിലെ 30 പേർക്ക് ചെങ്കരക്കാരായ ആളുകൾക്ക് 15 ഏക്കർ സ്ഥലം 50 സെന്റ് വീതം പതിച്ച് നിയമപരമല്ലാതെ
പതിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. ഈ മൂവാറ്റുപുഴയ്ക്ക് ചോദിക്കാനും പറയാനും ഒരു കാലത്തും ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. 15 വർഷക്കാലം മൂവാറ്റുപുഴ MLA ആയിരുന്ന ശ്രീമാൻ ജോണി നെല്ലൂര് ഒരു പാർട്ടി പോലും ഇല്ലാതെ 10 പേര് പോലും ഇല്ലാത്ത പാർട്ടിയുടെ പ്രതിനിധിയായി 15 വർഷക്കാലം MLA ആയിരുന്നു. അതിനുശേഷം വന്ന ബാബു പോള് ഒരു മൈനോറിറ്റി പാർട്ടിയുടെ മാത്രം പ്രതിനിധിയായി മൂവാറ്റുപുഴ MLA ആയിരുന്നു. ഈ 20 വർഷക്കാലം 1985 സർക്കാർ ഏറ്റെടുത്ത മിച്ചഭൂമി 26 വർഷക്കാലമായി അനാഥമായി ഇവിടെ കിടന്നു. ഈ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ചങ്ങരക്കാർക്ക് 50 സെന്റ് സ്ഥലം വീതം പതിച്ചു കൊടുക്കാൻ തീരുമാനമായത്. എലക്ഷൻ വന്നപ്പോഴല്ല, ഞങ്ങൾ 1 വർഷക്കാലമായി ഈ സമരം നടത്തുകയാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ട്. ഈ കപ്പ നടുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ സമരം തുടങ്ങിയതാണ്. ഇവിടെ ഞങ്ങളന്ന് വരുമ്പോൾ ഈ ആഞ്ഞിലി മാത്രമല്ല, ഇവിടെ ഏതാണ്ട് ടൺ കണക്കിന് വിലയുള്ള ആഞ്ഞിലികൾ ഇവിടെ ഉണ്ടായിരുന്നു. ചങ്ങരക്കാരായ ആളുകൾ വെട്ടിവിറ്റതാണ്. സർക്കാർ പറയും വെട്ടിവിൽക്കാൻ അവകാശമില്ലെന്ന് പറയും. ഈ നേതൃത്വത്തിലുള്ള കുറ്റികൾ നിങ്ങൾ നോക്കുക. ഞങ്ങളിവിടെ സമരം ചെയ്ത് പോലീസിന്റെ നേതൃത്വം ഞങ്ങളെ കിരാതമായി അടിച്ചോടിച്ചപ്പോൾ ഈ ആഞ്ഞിലികൾ ഏതാണ്ട് 1 ഡസൻ ആഞ്ഞിലികൾ ഈ ആളുകൾ ഞങ്ങളുടെ സമരക്കാരായ ആളുകൾ സാക്ഷിയാണ് ഇവിടെ ഉണ്ടായിരുന്നു. ആ മരമൊന്നും കൂടിയില്ല. ഇത് വെട്ടിവിറ്റത് ചങ്ങരക്കാരാണ്. ഈ ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി MLA-യുടെ ഒത്താശയോടുകൂടി ചെയ്തു വെച്ച കാര്യമാണ്. മൂവാറ്റുപുഴയിൽ വളരെ സമാധാനപരമായി ജീവിക്കുന്ന മാന്യന്മാരായ ആളുകൾ മാത്രമുള്ളത് കൊണ്ട് അവരുടെ ചെയ്തു പോയ കച്ചവടമാണിത്. ഈ കച്ചവടത്തിനെതിരെയാണ് ജനസഭയുടെ ആളുകൾ മൂവാറ്റുപുഴ സകല രാഷ്ട്രീയക്കാരോട്. ഞങ്ങൾ ഒരു രാഷ്ട്രീയവും ഇതിനകത്തില്ല. ഞങ്ങൾക്ക് ഇതിനകത്ത് നിൽക്കുന്നതിൽ ഇടതുപക്ഷക്കാർ CPM-കാരുണ്ട്, BJP-കാരുണ്ട്, CPI-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കേരള കോൺഗ്രസ്സുകാരുണ്ട്. ഈ രാജ്യത്തെ എങ്ങും പുറത്തിറങ്ങാത്ത സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ ഈ സമരത്തിന് മുമ്പിൽ ഈ സമരത്തോടൊപ്പം ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇനി 1 ഇഞ്ച് മണ്ണ് പോലും. ഞാനൊരു കാര്യം സന്തോഷത്തോടു കൂടി പറയുകയാണ്. കഴിഞ്ഞ സമരകാലങ്ങൾക്കിടയിൽ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും വളരെ ക്ഷമയോടുകൂടി നമ്മുടെ പ്രധാനപ്പെട്ട സമര ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പുറത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ പോലും സന്തോഷത്തോടുകൂടി ഒരു കാര്യം ഞങ്ങളിപ്പോൾ പറയുകയാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നപ്പോൾ ചങ്ങരക്കാരായ ആളുകൾ വീണ്ടും ചങ്ങര എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലെ പല സ്ഥലത്തും, വയനാട്ടില്, അതോടൊപ്പം തന്നെ ഇടുക്കിയില്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ വയനാട് ഈ ചങ്ങരക്കാർക്ക് സ്ഥലം അനുവദിച്ചിരുന്നു. ആ സ്ഥലം പോരെന്ന് കണ്ട് ഈ മൂവാറ്റിൽ ഇത്രയും നല്ല സ്ഥലം കിടക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഓരോരുത്തരും കഴിഞ്ഞ രാത്രി ഇവിടെ ഒന്ന് കുടിൽ കെട്ടി താമസിക്കാൻ തയ്യാറായി. ഇത് പിടിച്ചടക്കാൻ തയ്യാറായി. കാരണം ഇവിടെ ചോദിക്കാൻ ആളില്ല എന്ന ധാരണയിൽ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട പോലീസ് വളരെ ക്രാന്തദൃഷ്ടിയോടുകൂടി കഴിഞ്ഞ പാതിരാത്രി സമയത്ത് അവർ 22 കുടുംബക്കാരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് മാറ്റി ഈ ഭൂമി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി കാത്തു സൂക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട പോലീസിനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നു. 1 ഇഞ്ച് ഭൂമി പോലും ഈ മൂവാറ്റുപുഴ താലൂക്കിലുള്ള 1 ഇഞ്ച് ഭൂമി പോലും ഇനി ഒരു അന്യപ്രദേശത്തുള്ള ഒരാൾക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവില്ല. ഇനി ചങ്ങരക്കാർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം 50 സെന്റ് ഞങ്ങൾ പിടിക്കും. 5 സെന്റ് ആർക്കും കൊടുക്കട്ടെ. ഇനി ആര് വരുന്നാലും, കേരളത്തിലെ ഏതൊരു പൗരൻ വന്നാലും 5 സെന്റ് സ്ഥലം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ അതിൽ കൂടുതൽ സ്ഥലം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഭൂമിയില്ലാത്ത ജനസഭയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്ന ഈ ആളുകളുടെ ജീവൻ കളയേണ്ടി വന്നാലും ഞങ്ങൾ ഈ ജനസഭ ഈ സമരത്തിലൂടെ, ഈ പ്രസ്ഥാനത്തിലൂടെ ഈ സ്ഥലം ഞങ്ങൾ തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കുമെന്ന ദൗത്യമാണ് ഞങ്ങൾക്കുള്ളത്. ഈ സമരം ഒരു രാഷ്ട്രീയവും ഞങ്ങൾക്കില്ല. ഒരു രാഷ്ട്രീയം. ഇന്ന് BJP-യുടെ ബഹുമാനപ്പെട്ട നേതാവാണ് അവിടെ വന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം ആനിക്കാട് ആവോലി വില്ലേജ് ഓഫീസിലേക്കുള്ള സമരത്തിൽ BJP-യുടെ ജില്ലാ സെക്രട്ടറി PJ തോമസാണ് ആ സമരത്തിന് അഭിവാദ്യം ചെയ്തത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റായിട്ടുള്ള KM ഫരീദാണ് അഭിവാദ്യം ചെയ്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ മീരാൻ സാഹിബ്, അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മേരി സൈനുദ്ദീൻ വൈസ് പ്രസിഡന്റ്, എല്ലാ രാഷ്ട്രീയക്കാരും ഇതിന്റെ പിന്നിലുണ്ട്. 1 വർഷമായ സമരവും ഈ തെരഞ്ഞെടുപ്പുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങളുടെ മുന്നിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതൊരു സമരത്തിന്റെ രൂപമാണെന്നും ഇത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഈ സമയം പ്രയോജനപ്പെടുമെന്നുള്ള ഒരൊറ്റ കാരണം മാത്രമാണ് ഇവിടെ ഈ സത്യാഗ്രഹ സമരം തുടങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ഈ സമരം പോലീസും ഞങ്ങളും തമ്മിൽ യാതൊരു തർക്കവുമില്ലാതെ സൗഹാർദ്ദപരമായ ആലോചനയ്ക്ക് ശേഷം വേണ്ടത് അവർ വളരെ
ശക്തിയായിപ്പെടുന്ന അനിശ്ചിതകാലം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ വളരെ ശക്തിയായി ഘോരമായി തീയിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലുള്ള സമരം ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ലെന്ന ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം ബഹുമാനപ്പെട്ട DVSP ടോമി സെബാസ്റ്റ്യൻ അവർ അദ്ദേഹം ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കകം അതിനെ സംബന്ധിച്ച് ആലോചിച്ച് വേണ്ട രീതിയിലൊരു തീരുമാനം പോലീസുമായി ബന്ധപ്പെട്ട് തന്നെ എടുക്കുമെന്ന് പ്രഖ്യാപിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. ആ മത്സരം കൊണ്ടുവന്നിട്ട് ഫലമായിട്ട് എന്താ ഗുണമുണ്ടായത്? 16,000 രൂപ കൊടുത്ത് ഡൽഹിയിൽ പോയിരുന്ന സ്ഥാനത്ത് ഇപ്പൊ 4,000 രൂപയ്ക്ക് പോവാം, 3,000 രൂപയ്ക്ക് പോവാം. സാധിക്കില്ലേ? അന്ന് അതിന് ഞാൻ ചോദിക്കട്ടെ, എയർ ഇന്ത്യക്കും ഇന്ത്യൻ എയർലൈൻസിനും ഈ 15ന്റെയും കടം വീട്ടാൻ വേണ്ടി എടുക്കണം. ഇതൊക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവിടെയാണ് എന്തിനധികം പറയുന്നു, 2004 ചിദംബരം അവതരിപ്പിച്ച UPA സർക്കാരിന്റെ കന്നി ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ ആദ്യത്തെ വാചകം എന്താണെന്നറിയാമോ? ഇന്ത്യൻ എക്കോണമി ഇസ് സേഫ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാണ്. പക്ഷെ വാജ്പേയി സർക്കാർ ഏൽപ്പിച്ചു കൊടുത്തത് സേഫ് എക്കോണമി, സുരക്ഷിതമായ എക്കോണമി, വിലക്കയറ്റമില്ലാത്ത രാജ്യം, നാണയപ്പെരുപ്പമില്ലാത്ത രാജ്യം, വിദേശ നാണ്യശേഖരത്തിൽ സർവകാല റെക്കോർഡായ രാജ്യം. വാജ്പേയി അധികാരമേൽക്കുമ്പോൾ അരിയും ഗോതമ്പും അമേരിക്കക്കാരന് ഗോതമ്പില്ലെങ്കിൽ ആസ്ട്രേലിയൻ ഭക്ഷണം വന്നില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട രാജ്യത്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇന്നും വീണ്ടും